ഇപ്പോൾ ഈ ആംബുലൻസിന്റെ ഡ്രൈവർ അൽത്താഫ് നമ്മുടെ കൂടെയുണ്ട്. അൽത്താഫ്, ഏത് സാഹചര്യത്തിലായിരുന്നു, ഏത് അവസ്ഥയിലായിരുന്നു ആ രോഗികളുമായിട്ട് അൽത്താഫ് അവിടേക്ക് പോയത്? ആ പോകുന്ന വഴിക്ക് ഏത് തരത്തിലുള്ള ഗതാഗത തടസ്സമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗതാഗത കുരുക്കാണ് അതുകൊണ്ടുണ്ടായതെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നത്. എന്നാൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് ആകസ്മികമായ എന്തെങ്കിലും ഒരു ഗതാഗത കുരുക്ക് വരികയായിരുന്നോ? തീർച്ചയായിട്ടും അത് ഈ നിർമ്മാണ സംബന്ധിച്ചുള്ള ബ്ലോക്കായിരുന്നു. ബൈപ്പാസിലായിരുന്നു പേഷ്യന്റ്. നമ്മൾ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ കക്കഞ്ചേരി എത്താൻ നേരത്താണ് പേഷ്യന്റെ അറസ്റ്റ് പോകുന്നത്. ആ സമയത്താണ് അവിടെ ബ്ലോക്കും. ആംബുലൻസുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഈ ഗതാഗതക്കുരു കഴിക്കാനുള്ള ശ്രമം ഉണ്ടാവുമല്ലോ. എനിക്ക് ദൃശ്യത്തിൽ കാണാം, മുന്നിൽ കുറെ ആളുകൾ ഓടിപ്പോയി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നോ? അതെ അതെ അതെ, പരമാവധി ആളുകൾ റോട്ടിലേക്ക് ഇറങ്ങി സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ആ സമയത്ത് അത്രക്കും ഒരു വണ്ടിക്ക് സൈഡ് തരാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലായിരുന്നു. സാധാരണ ഇത്രയും വലിയ ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടാകാറുണ്ടോ അൽത്താഫ്? ഈ വഴി പോകാറുള്ള രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഏരിയയിൽ ഭയങ്കര ബ്ലോക്കാണ്. അവിടെ അൽത്താഫെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നില്ലേ? സിഗ്നൽ സംവിധാനങ്ങളോ? ഇല്ല 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 ഇല്ല, ഒന്നുമില്ല. ഈ റോഡ് ഓവർബ്രിഡ്ജ് പോലെയാണോ അൽത്താഫ്? അതെ, പിന്നെ ഇപ്പൊ അവര് ഓവർ ബ്രിഡ്ജ് മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവര് ബ്ലോക്ക് ആക്കി വെച്ചതാണ് എന്റെ തോന്നുന്നത്. എന്ന് വെച്ചാല് വണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ അടുക്ക് അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. ജംഗ്ഷനിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഈ കുരുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കുറെ പുറകിലായിരുന്നോ? അതെ അതെ അതെ, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ. അപ്പൊ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? പോലീസുകാരോ മറ്റോ അവിടെ ഉണ്ടാവില്ല സ്വാഭാവികമായും. ഇല്ല ഇല്ല, അരമണിക്കൂറോളം കിടക്കേണ്ടി വന്നു. അതെ അതെ. ഈ മറ്റു വാഹനങ്ങൾക്ക് അതിലേക്കൊന്നും മാറ്റാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലായിരിക്കില്ല സുലേഖ അല്ലേ? അല്ല, നമ്മള് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവിടെ എത്തിയപ്പോ ഡോക്ടർ ഒരു 10 മിനിറ്റ് മുന്നേ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് തിരിച്ച് കിട്ടിയിരുന്നു എന്നാ പറഞ്ഞത്. ഈ 3-4 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് മറ്റു ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല? ഇല്ല ഇല്ല ഇല്ല. ശരി അൽത്താഫ്, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്.